ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ പിക്ക് ചെയ്യുന്നോട്ടാണ് നമ്മുടെ ഇനി തൊട്ട് വീഡിയോ മോസ്റ്റ്ലി സ്റ്റാർട്ട് ആവുക. അപ്പോൾ പോകുമ്പോൾ നല്ല ഓളിയും ബഹളവും തന്നെയാണ്. തിരിച്ചു വരുമ്പം ഞാനോ എപ്പോൾ കരഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ചാക്കോ ഇറങ്ങി വരാറ് കേട്ടോ. എന്താന്ന് എനിക്കും മനസ്സിലായില്ല. എനിവേ കുട്ടിയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. കുറേ പേര് സ്റ്റിൽ ചോദിക്കുന്നുണ്ട് ചാക്കോനെ എന്താണ് മാറ്റിയത്, എങ്ങോട്ടാണ് മാറ്റിയതെന്നൊക്കെ. ചാക്കോച്ചന് നമ്മുടെ തൊട്ടടുത്ത് ടൈം കിഡ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ മാറ്റിയത്. പിന്നെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല, ഇവിടെ അടുത്തായതുകൊണ്ടും പിന്നെ 3 മണി വരെ ഉള്ളതുകൊണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്തതാണ് കേട്ടോ. ഒരു 1 മന്ത് വിട്ട് നോക്കിയിട്ട് അവൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ ബാക്ക് ടു ഫസ്റ്റ് സ്കൂളിലേക്ക് തട്ടാനാണ് എൻ്റെ പ്ലാന്. എന്തായാലും ഇതാണ് നമുക്ക് അടുത്ത് കുറച്ച് ടൈമിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതുപോലെ ഇവനെ 3 മണി വരെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ തോമുനെ നമ്മൾ ഭവൻസിൻ്റെ ഡേ കെയറിലാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഈ മൺഡേ തൊട്ട് വിടാനിരുന്നതാണ്. അപ്പോഴാണ് അവരുടെ സ്കൂളിൽ ഇഷ്യൂ ഉണ്ടാവുന്നതും അവർക്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനിയും അവർ പറയുന്ന ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവായിട്ട് ക്ലാസ് ഉണ്ടാവും, അതും മെയിൻ സ്കൂളിലായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഡേ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഒന്ന് ആശ്വസിച്ച് വരുമ്പോഴത്തേനും അടുത്ത ബോംബ് എന്തായാലും തേടി വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എന്താ ചെയ്യാല്ലേ നമ്മുടെ ഓരോ അവസ്ഥകളെ. അപ്പോൾ അതേ ഇന്നും ഭയങ്കര അപ്പേനെ കാണുമ്പോൾ ഭയങ്കര എന്താ ഇത് കൊണ്ടുവന്നെന്നൊക്കെ സ്കൂട്ടർ കൊണ്ടുവന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ പോണത്. സുന്ദു എന്ത് ചെയ്യാ? ഏ എന്ത് ചെയ്യണേ? ടി വി കാണാ? ടി വി ഇഷ്ടാണോ? എന്തിട്ടാ കാണണ ടിവിയില്? എന്തിട്ട് ടിവിയില് കാണണേ? ഏ എന്താ കാണുന്ന ടി വി? ട്രക്കോ? അത് ഡയന റോമയാണോ? ഏ എന്തിട്ട് കാണുന്നതെന്ന് പറ. ടിവിയിൽ എന്തിട്ടാ കാണണേ? റോമ. ഡു യു ലവ് റോമ? റോമേനെയാണോ ഡയാനേനെയാണോ ഇഷ്ടം? റോമേനെയാണോ ഡയാനേനെയാണോ ഇഷ്ടം? ഡയാനേനെയാണോ ഇഷ്ടം? അമ്മേനെയാണോ ഇഷ്ടം, അപ്പേനെയാണോ ഇഷ്ടം? അയ്യോടാ 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 ഭയങ്കര. മമ്മീനെയാണോ ഡാഡിനെയാണോ ഇഷ്ടം? അമ്മേ പോവാണോ? അപ്പോൾ ദേ ഡാഡിയായിട്ട് കുസ്തി പിടിക്കുകയാണ്, വേറെ ഒന്നുമല്ല. പാച്ചു ഡാഡിയുടെ മടിയിൽ വന്നിരുന്നപ്പം ചാക്കോ ചെറുതായിട്ടൊന്ന് കുശുമ്പ് കുത്താൻ പോയതാണ് കേട്ടോ. പാച്ചുവിനാണെങ്കിൽ ഡാഡിയുടെയും ഡിമ്പിളുടെയും മടിയിൽ അരി ഇരിക്കുന്നതും അവന് ഇഷ്ടമില്ല. ചാക്കോ അത് തന്നെ താപ്പെന്ന് വിചാരിച്ച് ഡാഡിയുടെ പെടലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. അവനും ഒട്ടും മോശമല്ല കേട്ടോ. അപ്പം ഡാഡീനെ അവൻ കെട്ടിപ്പിടിക്കുന്നതിനാണ് ഡാഡിനെ പുറത്തു നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാഡിയുടെ പെടലിയിൽ മറ്റേ നമ്മൾ ഈ കൊട്ടാമ്പുറത്ത് എന്നാണോ പറയുക, കഴുത്തിൽ ഇങ്ങനെ കയറിയിരിക്കില്ലേ, അതിനൊക്കെ മൂപ്പര് ട്രൈ ചെയ്യും. ഞാൻ അത് കയറട്ടെ, മൂപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാക്കോയ്ക്ക്. ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഡാഡി ഫ്രീ ആയപ്പോൾ ഡാഡിയുടെ തോളത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഇന്ന് രാവിലെ തൊട്ടാണ് എടുത്ത് തുടങ്ങിയത്. ഇന്ന് കുറച്ച് 6:30 ആയപ്പോഴാണ് വന്നത്. വേറെ ഒന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വെച്ചാൽ മതി. ലഞ്ചൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ചാക്കോയ്ക്ക് ഉച്ചയ്ക്കും കൊടുത്തു വിടുന്നത്. പഴം പുഴുങ്ങിയത് ഉപ്പുമാവും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചധികം ദിവസമായി നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു 6:45 ആയപ്പം ഡോറിൽ ഒരാൾ വന്ന് കൊട്ടണു ആരാന്ന് നോക്കിയപ്പോൾ ചാക്കോ ഒന്നൊരു 6:30 ആയപ്പോൾ തന്നെ 6:00 6:45 ആയപ്പോഴേ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ടി വി വെച്ച് കൊടുത്ത് ഹാളിലിരുത്തി, അല്ലെങ്കിൽ എൻ്റെ പുറകേ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ള കുറച്ച് ലേറ്റായിട്ടല്ല, നേരത്തെ ഉണ്ടാക്കി. കാരണം അത് ആറുമ്പോഴാണ് അതൊന്ന് പൊടിഞ്ഞ് വരിക. എനിക്ക് ഈ കുഴഞ്ഞ ഉപ്പുമാവ് ഇഷ്ടമില്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും അതായത് ഇങ്ങനെ പൊടിയായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പുമാവിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷമേ ഞാൻ നമ്മുടെ റവ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോഴാണ് ഡിംപിൾ കാണുന്നത് ഡാഡി ഫുട്ബോളിൻ്റെ ടൈമിങ് ഈ കലണ്ടറിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഇന്നലെ ഓൾറെഡി വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത് ഒട്ടിച്ചു വെച്ചത് ഡിംപിൾ ഇപ്പോഴാണ് കാണുന്നത്. ഡാഡി അത്രയ്ക്കും ഡൈ ഹാർഡ് ഫുട്ബോൾ ഫാനാണ് കേട്ടോ. ടൈമിങ് അറിയാൻ വേണ്ടി മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി പല ടൈമിലാണല്ലോ നടക്കുക. തോമൂനും ഫുട്ബോളിനോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ചാക്കോ ഇവിടെ ഇരിക്കുന്നുണ്ട്, കളിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അപ്പ ഫുട്ബോളിനെ കുറിച്ച് തോമുവിനോട് കാര്യമായിട്ട് ചോദിക്കുന്നതും. അപ്പോഴാണ് തോമു ഇന്ന ആളുടെ ഫ്ലാഗ് ഇന്നതാണ്. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവന് ഫ്ലാഗ് ഒക്കെ അറിയോ? എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും കേട്ടോ. കാരണം നമ്മളിതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമേ വരുന്നില്ലല്ലോ. പക്ഷെ അവൻ ഭയങ്കര അലേർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ, അതങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ, അവരവിടെ നിന്നാണ് വരുന്നത് കേട്ടോ, അത്
ഞാൻ പറഞ്ഞു ശരി. ആ കാര്യത്തിൽ ഡാഡിയുടെ കൊച്ചുമോൻ തന്നെ. ബാക്കി ഒരു കാര്യത്തിൽ അവർ ഒരു ചർച്ചയില്ല. അവർ കീരിയും പാമ്പുമാണ് കേട്ടോ. പക്ഷെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അപ്പാപ്പൻ്റെ മോൻ തന്നെയാണ്. അപ്പാപ്പന് അതിനോട് മാത്രം തോമുവിനോട് ഒരു ചെറിയൊരു മമതയുണ്ട്. ബാക്കി സമയത്തൊക്കെ അവർ നല്ല അടിപൊളി കീരിയും പാമ്പുമാണ് കേട്ടോ. അങ്ങനെ ദേ ആ ഡോൺ ചേട്ടൻ ഫ്ലാഗിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കളേഴ്സ് ഉണ്ട് ഫ്ലാഗിൽ? ഇന്നയാളുടെ ഫ്ലാഗ് ഏതാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു താനൊന്ന് സംസാരിച്ച് നോക്ക്. അവന് ഏതൊക്കെ ഫ്ലാഗ് അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. കാരണം ഡോൺ ചേട്ടൻ ഇങ്ങനെ കിള്ളി കിള്ളി ചോദിക്കും കേട്ടോ. ഞാൻ കിള്ളി കിള്ളി ചോദിച്ചാൽ അവന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ വിട്ടു കേട്ടോ. പിന്നെ ഞാൻ വേഗം ചാക്കോനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ കാവടി തുള്ളിയാട്ടോ പോവാ. ഭയങ്കര ആഘോഷത്തിലാണ് പോവാ. നമ്മൾ അത്ഭുതപ്പെടും. അത്രയ്ക്ക് സന്തോഷമാണ്. പക്ഷേ ഈ നടത്തറ സിഗ്നൽ കഴിഞ്ഞാൽ ചാക്കോൻ്റെ മൂടാ മാറും. ഡാഡി പറഞ്ഞു ഡാഡി പിടിച്ച് വലിച്ചെടുത്തിട്ടാണ് ചാക്കോനെ സ്കൂളിൽ കൊണ്ട് കയറ്റിയെന്ന് കേട്ടോ. അപ്പോഴത്തേനും അവിടുത്തെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മളിത് കണ്ടാൽ തോന്നും അയ്യോ അവിടെ പോയി അടിപൊളിയായിട്ട് കയറി പോകുന്നു. ഒരിക്കലും അല്ല, കരഞ്ഞു കൂവിയിട്ടാണ് പോണത് കേട്ടോ. ഫസ്റ്റ് സ്കൂളിൽ നമ്മൾ 1 വീക്ക് അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് അവൻ സെറ്റായത്. അവരൊരു സെറ്റിലിംഗ് പീരിയഡ് ടൈം പറയുന്നുണ്ട്. ഒരു 2 ചിലർ 1 വീക്കിൽ ഓക്കെ ആവും, ചിലർ 2 വീക്സ് എടുക്കും. അത് സത്യമാണ് കേട്ടോ. നമ്മൾ പിള്ളേർക്ക് സെറ്റിൽ ആവാനോടൊരു സമയമാണല്ലോ. പോയ ഉടനെ അമ്മ വീടൊന്നുമല്ല അവിടെ ഇരിക്കേണ്ട. അമ്മ വീട്ടിൽ പോയാൽ നമ്മൾ സെറ്റിൽ ആവാൻ കുറേ സമയം എടുക്കും. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ എന്ന് ചാക്കോ പോയതിന് ശേഷമാണ് ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞു താനുണ്ടെങ്കിൽ അവൻ വഴക്കാവും, കൊണ്ടാക്കണമെന്ന് പറയുന്നതൊക്കെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ദേ മോനെ ഉപദേശിച്ചിട്ട് പോവാണ്. കാരണം തോമും ഞാനും ഇപ്പോൾ കുറച്ചധികം വഴക്ക് കൂടുതലാണ് അല്ലേ തോമു? അപ്പോൾ എന്നിട്ട് തോമുവിന് സങ്കടമൊക്കെയാണ് ഞാൻ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അപ്പനും അമ്മയും വഴക്ക് പറയുന്നത് ഓർത്ത് ആരും വിഷമിക്കണ്ട, നന്നാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം. മൂപ്പര് മിനിഞ്ഞാന്ന് രാത്രി എഴുന്നേറ്റ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, എനിക്കത് സങ്കടമായി എന്ന്. ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല, അങ്ങ് സങ്കടപ്പെട്ടിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഡോൺ ചേട്ടൻ പോവാൻ റെഡി ആയിട്ട് പോകുന്ന സമയത്തും നമ്മളെ ചൊറിഞ്ഞിട്ടാണ് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൊക്കോ, അധികം നേരം കുറ്റം പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്തി പണിയെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ദേ പോകുന്നുണ്ട് കേട്ടോ. ഈ നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ഞാൻ ദേ വേഗം വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം അത് അവിടെ അവിടെ കിടക്കുകയാണ്. ഉപ്പുമാവൊക്കെ മാറ്റണം. അപ്പം മമ്മി ഇന്ന് ഉപ്പുമാവല്ല പൂരിയാണ് കഴിച്ചത്. അപ്പോൾ ആ ഒരാൾക്കുള്ള ഉപ്പുമാവ് അവിടെ ചോദിച്ചിനായിട്ടിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ച് ദേ കഴുകി റെഡിയാക്കി. പിന്നെ നമ്മുടെ ആ ഗ്ലാസ് വെക്കുന്ന ഏരിയ ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. ആ ഷീറ്റൊക്കെ മാറ്റി ആ ഫ്ലവർ വേസൊക്കെ കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചാക്കോൻ്റെ ഇന്നത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഫോട്ടോസ്. ഈ കഴിഞ്ഞ ദിവസം ബാഗ് ഇട്ട് അങ്ങനെ കാര്യമായിട്ട് യൂണിഫോമിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാഗിൽ നിറച്ച് ബുക്സ് ആയതുകൊണ്ട് അവൻ തന്നെ ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ലഞ്ച് ബാഗ് പിടിക്കില്ല എന്ന് പറഞ്ഞു. വെയിറ്റാണ്. കുപ്പി നമ്മൾ വെള്ളം വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ് കേട്ടോ. ശരിക്കും സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ് നമുക്ക് തോന്നുക. എങ്ങനെയാലും എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നും കേട്ടോ. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ പണികളുണ്ടല്ലോ. ഉറങ്ങിയാൽ ആരും പാപ്പ കൊണ്ടും തരില്ല. ഇതിന് ശേഷമാണ് പിന്നെ ബിസിനസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ചാക്കോ പറയും ബാഗിൻ്റെ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് നിൽക്കുന്നതാണ്. ഇനി കുറച്ച് സാരീസിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. നമ്മുടെ പുതിയ കുറച്ച് കളക്ഷൻസാണ്. നല്ല പ്രീമിയം ആയിട്ട് വരുന്ന സാരീസാണ്. നല്ല കളർ കോമ്പിനേഷൻ. റെസ്റ്റോറൻറ്റ് പിന്നെ ഭയങ്കര സീസണാണല്ലോ. ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് പറയണ്ട. അതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും കേട്ടോ. ഈ കളർ കോംബോ ആർക്കും തന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അത്രയ്ക്കും നല്ലതാണ്. ഞാനും എടുത്തിട്ടുണ്ട് 2 സാരി കേട്ടോ. ഒരു ഒക്കേഷൻ വന്നിട്ട് വേണം ഒന്ന് ഉടുക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ അടിപൊളി ഒരു പ്രീമിയം സാരി ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഒരു രക്ഷയില്ല. ഇതും മോശമൊന്നുമല്ല. ഇതൊക്കെ നല്ല കളർ കോമ്പോസ് ആണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സാരി എന്ന് പറയുന്നത് ദേ ഈ സാരിയാണ് കേട്ടോ. എന്താ ഭംഗി ആ സാരിക്ക്. നിങ്ങൾക്കത് ഫോട്ടോയിലൂടെ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യാണ്. നമുക്കിനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.